നാടിന്റെ ശുദ്ധീകരണക്ഷാമം അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കുരിനാട് പാറക്കുടി തോട്ടിൽ പല ഭാഗങ്ങളിലായി വൻതുക മുടക്കി ചെക്ക് ഡാമുകൾ നിർമ്മിച്ചത്. എന്നാൽ ഇതിപ്പോൾ നാടിന് തന്നെ വിനയായിരിക്കുകയാണ്. മഴ കനത്തതോടെയാണ് നാടിന് വലിയ ബാധ്യതയായി ചെക്ക് ഡാമുകളുടെ സാന്നിധ്യം മാറിയിരിക്കുന്നത്. ചെക്ക് ഡാമുകൾ ഉള്ളതിനാലാണ് തോടിൽ വെള്ളമുയർന്ന വീടുകളിൽ വെള്ളമെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് തോടിന് സമീപത്തുള്ള വീട്ടുകാർ പറയുന്നത്. പല വീടുകളും മഴ കനത്തോടെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. മുമ്പ് സുഗമമായി വെള്ളമൊഴുക്ക് സാധ്യമായിരുന്ന സാഹചര്യമായിരുന്നു തോട്ടിലുണ്ടായിരുന്നതെന്നും ചെക്ക് ഡാം വന്നതോടെയാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുകയും വീടുകളിലേക്ക് വെള്ള ഭീഷണി ഉയരുകയും ചെയ്തിരിക്കുന്നതെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത്. പാറക്കുടി ഹോമിയോ ഡിസ്പെൻസറിക്ക് സമീപം തോപ്പിൽ രവീന്ദ്രന്റെ വീട്ടിലെ ഒരു നില പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ചെക്ക് ഡാമിന്റെ സാന്നിധ്യമുയർത്തുന്ന വെള്ളപ്പൊക്ക ഭീഷണിക്കൊപ്പം കഴിഞ്ഞ ദിവസം കാറ്റും ഈ മേഖലയിൽ നാശം വിതച്ചു. പാറക്കുടി മണിമല ഷൈമോന്റെ വീടിന് മരം വീണാണ് കേടുപാടുകൾ ഉണ്ടായത്. ഷൈമോന്റെ വീടിന്റെ പോർച്ച് മരം വീണ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. മേഖലയിൽ അങ്ങിങ്ങായി ചെറിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി സംബന്ധിച്ച് നാട്ടുകാരുടെ വിശദീകരണം ഇങ്ങനെയാണ്. നേരത്തെ ചെക്ക് ഡാം ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ വെള്ളം എൻ്റെ വീട്ടിൽ കയറിയായിരുന്നു. പിന്നീടത്തെ മഴ കൂടി അടുക്കളയ്ക്കകത്തും മുറിക്കകത്തും എല്ലാം മുട്ടിനൊപ്പം വെള്ളമായി. ആ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് വലിയ പ്രശ്നമാണത്. നേരത്തെ മുൻകാലങ്ങളിൽ കയറിയായിരുന്നു വെള്ളം, ഇപ്പോഴാണ് കയറാൻ തുടങ്ങി. ഈ ചെക്ക് ഡാം വന്നതിന് ശേഷം ചെക്ക് ഡാം 6 അടിക്ക് പൊക്കി കെട്ടിയതിന് ശേഷം രണ്ടാലും ഇന്നലത്തെ ഒറ്റ മഴയ്ക്ക് തന്നെ മുറിക്കകത്ത് മുട്ടിനൊപ്പം എല്ലാം മുറിക്കകത്തും വെള്ളമായി. എൻ്റെ മോട്ടർ നനഞ്ഞ മോട്ടറും കേടാക്കി കിണറ്റിലേക്ക് വെള്ളം. എന്നാൽ രാത്രി ഭാര്യയും പിള്ളേരും തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ഒച്ചയോടുകൂടി റബ്ബർ അയലോക്കത്ത് പുറമേക്കുന്ന റബ്ബർ എൻ്റെ പെരയുടെ മുകളിലോട്ടും വണ്ടി ഇടുന്നതിനുള്ള ഷെഡിൻ്റെ മുകളിലോട്ടും ഷീറ്റുകൾ എല്ലാം നാശനഷ്ടങ്ങളുണ്ടായി. പിള്ളേർ പേടിച്ച് കാറുകയും ചെയ്ത് ആപ്പാടെ അവർ പേടിച്ചിരിക്കുകയാണ്. ഇനിയും റബ്ബറുകൾ നിൽപ്പുണ്ട്. അത് വെട്ടി മാറ്റുന്നതിന് വേണ്ടി അയലോക്കത്തെ പറമ്പ് ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ട് അയാൾ അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. മെമ്പറോട് മറ്റുള്ളവരൊരു കാര്യം പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്നോർത്താണ് ഇരിക്കുന്നത്. രാവിലെ നല്ല വെള്ളമായിരുന്നു. ഞങ്ങോട്ട് നിൽക്കാൻ പറ്റും. ഞങ്ങളുടെ വീട് കണ്ടോ? വീട് വെള്ളത്തിനടിയില്ല. അവിടെ പോകാനാണ്.